അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹം ഇതിനു മുമ്പും നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളീയ പൊതുസമൂഹം ചർച്ച. ഇനി അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. കേരളീയ സമൂഹത്തെ ഞെട്ടിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു വിവരം ആധികാരികമായി അദ്ദേഹത്തിന് കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കരുത്, അത് പുറത്തു വരണം. അത് ആരെ കുറിച്ചിട്ടുള്ളതായാലും അങ്ങനെയല്ലേ സമൂഹം മുന്നോട്ട് പോകാനല്ലേ രാഷ്ട്രീയ പ്രവർത്തനം. ശരി, പക്ഷെ പ്രശ്നം അത് സമ്മതിച്ചു. ഇനി അങ്ങനെ വേണ്ടൊരു മറുപടി, ഒരു പുതിയ രാഷ്ട്രീയ നീക്കം നടത്തുന്നു പ്രതിപക്ഷം. അവർ പ്രതിരോധത്തിലായിരുന്നു ഇന്നലെ വരെ, ഇന്നു മുതൽ അവർ പ്രത്യാക്രമണത്തിന് തുനിയുന്നു. അതിന്റെ ആദ്യത്തെ വഴിമരുന്നുകൾ അവരിട്ട് തുടങ്ങുന്നു. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്രമണമാണ്. കേരളത്തിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഒപ്പം പ്രതിപക്ഷ നേതാവിനൊപ്പം കോൺഗ്രസ്സുകാരുണ്ടാകുമല്ലോ. ഞാൻ കരുതുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നം വെച്ചിട്ടുള്ളത് എതിർ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ കോൺഗ്രസിനൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് തന്നെയുള്ള ചില ആളുകളെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക എന്ന് വേണം കാണാൻ. പിന്നെ ഇതൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തോറ്റ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി ഉടുതുണി അഴിഞ്ഞു പോകുന്ന വിധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്നൊരു വെല്ലുവിളി ഉണ്ടല്ലോ, അത്രമാത്രമായി ഇതിനെ കണ്ടാൽ മതി. ഒരു രാഷ്ട്രീയ നീക്കവും ഇതിൽ കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനാവില്ല, രാഷ്ട്രീയമായി രക്ഷപ്പെടാവില്ല. ഒറ്റ കാരണം, ഇത്രയും അപജയത്തിലൂടെ കടന്നുപോയ ഒരാളെ MLA ആയി നിലനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ ചെയ്യുന്നത്. ഇയാളെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പൊ കോൺഗ്രസിന് വേണ്ട, നിയമസഭാ കക്ഷിക്ക് വേണ്ട, പാർട്ടിക്ക് വേണ്ട, ഇതൊന്നും വരാത്ത ഒരാളെയാണോ ന്യായങ്ങളുണ്ടല്ലോ. അത് നമുക്ക് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് എടുക്കുകയും ചെയ്യാം. ശ്രീ ദാമോദർ പ്രസാദ്, ആദ്യമായി അങ്ങ് വല്ലാതെ വൈകി വന്നു. അതിലുള്ള ഒരു കാര്യമുണ്ട്, കുറച്ചധികം വൈകിപ്പോയി എത്തിയപ്പോൾ. കോഴിക്കോട് ബ്ലോക്കാണ്. ശരി, എന്തായാലും ശ്രീ ദാമോദർ, ഇവിടെ സതീശൻ മുന്നോട്ട് വെച്ച രണ്ട് വെല്ലുവിളികളുണ്ട്, CPM-നെയും BJP-യെയും ഉന്നം വെച്ചുകൊണ്ട്. എന്തായിരിക്കാം സതീശൻ ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവും കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ചെയ്യാത്തൊരു അസാധാരണ നീക്കം നടത്തിയതിൻ്റെ പിന്നിൽ? നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഈ ശക്തമായ ആരോപണം വരികയും അത് പുറത്താക്കേണ്ട എത്തുന്ന സ്ഥിതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളതൊരു തന്ത്രമാണ്. പ്രതിരോധിക്കാൻ ഉപയോഗിച്ച തന്ത്രം ഇതേപോലെ വിഷയം CPM-നെ കുറിച്ചും ഒക്കെ പറയാനുണ്ടെന്ന് പറയുന്നത് ഒരു സുഖകരമായിട്ടൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ട, രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഭരണപക്ഷം നേരിടായിരുന്നു, രാഷ്ട്രീയമായി ഭരണപക്ഷം നേരിടേണ്ട കാരണങ്ങൾ പലതും ഉണ്ട്, അത് ഇനിയും ഉണ്ടാവും. അതുപകരം ഇതേപോലെ സാധനം ഞങ്ങളുടെ ബോംബ് ഞങ്ങളുടെ അടുത്തുണ്ട് പൊട്ടിക്കുക, അത് പൊട്ടിക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതിനുവേണ്ടി ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇതാ വരാൻ പോകുന്നൊരു അതൊരു ആരോഗ്യകരമായിട്ട് രാഷ്ട്രീയ ഇതല്ല. മാത്രമല്ല, ഒരുപക്ഷെ സതീശൻ്റെ അടുത്ത ഇത്രയും കാലം നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ പൊതുവിൽ സമൂഹം ഒക്കെ എനിക്ക് തോന്നുന്നു, നമുക്കെല്ലാം തോന്നുന്ന കാര്യം അംഗീകൃതമായ നിലപാടാണ്. പക്ഷേ അതിനോട് ചേർന്ന് പോകുന്ന വിധത്തിലുള്ള സമീപനമല്ല. ഇതിപ്പോൾ ഒരു ബോംബ് ഞാൻ പൊട്ടിക്കാൻ പോകുന്നു, അതുകൊണ്ട് അധികം കളിക്കേണ്ടതൊക്കെ പറഞ്ഞ ഒരു ഭീഷണി, അത്ര നിലവാരമുള്ള ഒരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനെ എന്തുണ്ടെങ്കിൽ ഇതേപോലെ സമാനമായിട്ട് ഏതെങ്കിലും നേതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ ആരെങ്കിലും കുറിച്ചുണ്ടെങ്കിൽ അത് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നേരെ എന്താണ് ആ വാർത്ത വെച്ച ആൾക്കാരെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ശരിയായിരിക്കും.